നമസ്കാരം. SHLP ന്യൂസിലേക്ക് സ്വാഗതം. പ്രിയങ്ക, നമ്മുടെ സ്കൂളിന് അഭിമാനകരമായ ദിവസമാണിന്ന്. അതേ ജെറി, അമൃത ടിവിയിലെ കോമഡി മാസ്റ്റേഴ്സിൽ SHLP സ്കൂളിന് ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ്. കുട്ടികൾ എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. നമ്മുടെ പ്രതിനിധി ഗൗരി ഹരീഷ് കുട്ടികളോടൊപ്പം ചേരുന്നുണ്ട്. ഗൗരി, എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ? അതെ പ്രിയങ്ക, കുട്ടികളെല്ലാവരും വളരെ ആവേശത്തിലാണ്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. വലിയൊരു അവസരമാണല്ലോ കിട്ടിയിരിക്കുന്നത്. എന്ത് തോന്നുന്നു? കോമഡി മാസ്റ്റേഴ്സ് എന്ന ഇത്രയും വലിയ പരിപാടിയിൽ ഞങ്ങളുടെ കൊച്ചു സ്കൂളിന് ഒരു അവസരം ലഭിച്ചത് വലിയ അഭിമാനമായിട്ടാണ് കാണുന്നത്. സിനിമയിലും ടിവിയിലും കണ്ടിരുന്ന ശ്വേത ചേച്ചി നേരിട്ട് കാണാൻ സാധിച്ചത് ഞങ്ങളുടെ അഭിമാനമായി തോന്നുന്നു. ശ്വേത ചേച്ചി സൂപ്പറാ. റിയാലിറ്റി ഷോ എങ്ങനെയാണ് ഷൂട്ട് ചെയ്തെന്ന് കാണാൻ പറ്റി? ഇത് ഞങ്ങളുടെ സ്കൂളിന് കിട്ടിയ വലിയ നേട്ടമായാണ് കാണുന്നത്. താങ്ക് യു, അഭിനന്ദനങ്ങൾ. പ്രിയങ്ക, കുട്ടികളെല്ലാം വളരെ സന്തോഷത്തിലാണ്. ഇവർക്കിങ്ങനെ പുതിയ അവസരങ്ങൾ ലഭിക്കട്ടെ. SHLP ന്യൂസിന് വേണ്ടി ഗൗരി ഹരീഷ്. അല്ല, ആദ്യമായിട്ടായിരിക്കേ ഒരു സ്കൂളിൽ ബെല്ലടിച്ചപ്പോ കഞ്ഞി വെക്കണ ചേച്ചി ഇറങ്ങി പോണത് അല്ലേ? അല്ലേ, സാധാരണ ബെല്ലടിക്കും. ഇതായിരുന്നു ഞങ്ങളുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഒരു ഞെട്ടിക്കൽ കൗണ്ടർ. ഹലോ മക്കളെ, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. നല്ല ഗംഭീരമായിട്ടായിരുന്നല്ലോ ഇവിടെ പെർഫോം ചെയ്തത്. താങ്ക് യു. ശരിക്കും പറഞ്ഞാൽ ഈ പിള്ളേരെല്ലാം കിടിലങ്ങളാണ്. നമുക്കൊരു ചാനലുണ്ട്. ആ ചാനൽ നമ്മൾ ഫണ്ട്, എന്റർടൈൻമെന്റ് ഉണ്ട്, ന്യൂസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പഠിത്തമില്ല. പക്ഷെ ഇവർക്കാണെങ്കിൽ പഠിത്തമുണ്ട്. എനിക്ക് പഠിത്തമുണ്ട്. എന്താ അല്ല, നമ്മൾ പഠിച്ചിറങ്ങി. പക്ഷെ ഒരു സ്കൂളില് പഠിപ്പ് നടക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ സ്പോർട്സ് ഉണ്ട്, അതിന്റെ കൂട്ടത്തിൽ കൃഷിയുണ്ട്, ഒരു ചാനൽ സ്വന്തമായിട്ടുണ്ട്, അവിടെ ന്യൂസ് ഉണ്ട്, FM ഉണ്ട്. ഇല്ലാത്ത പരിപാടികളൊന്നുമില്ല. പക്ഷെ ഇതൊന്നും പറഞ്ഞാൽ പോരാ. ഇവരാരാണെന്നുള്ളത് കൂടുതൽ അറിയാൻ വേണ്ടി നമുക്കൊരു വീഡിയോ കണ്ടാലോ? കാണാം. ഇതൊരു സാധാരണ LP സ്കൂളല്ല. കോട്ടയം ജില്ലയിലെ രാമപുരത്തെ ഈ വിദ്യാലയം ഇന്ന് നാടിനാകെ അത്ഭുതമാണ്. ഈ വിദ്യാലയാങ്കണത്തിൽ 68ഓളം ഇനം പച്ചക്കറികളാണ് ഇവർ നട്ടുപിടിപ്പിച്ചത്. ഹരിത വിപ്ലവം തീർത്ത ഈ കൊച്ചുമിടുക്കരെ അഭിനന്ദിക്കാൻ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉൾപ്പെടെയുള്ള MP-മാരും MLA-മാരും നേരിട്ടെത്തി എന്നത് സ്കൂളിന്റെ യശസ് ഉയർത്തുന്നു. പാഠപുസ്തകങ്ങൾക്കപ്പുറം കുട്ടികളുടെ ഭാഷാശേഷിയും അറിവും വളർത്താൻ ഇവർ സ്വന്തമായി SHLP ന്യൂസ് എന്ന വാർത്താ ചാനൽ തന്നെ ആരംഭിച്ചു. കുട്ടികൾ കണ്ടെത്തിയ വാർത്തകൾ നാട്ടിലെ വലിയ പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരമായി മാറിക്കഴിഞ്ഞു. ശാസ്ത്രോത്സവത്തിലും കലോത്സവത്തിലും ഓവറോൾ ചാമ്പ്യന്മാർ. ഏറ്റവും കൂടുതൽ LSS സ്കോളർഷിപ്പ് ജേതാക്കളെ സൃഷ്ടിച്ചുകൊണ്ട് അക്കാദമിക് രംഗത്തും ഇവർ ഒട്ടും പിന്നിലല്ല. സംസ്ഥാന തലത്തിൽ നടന്ന ചങ്ങാതിക്കുരുമരം റീൽസ് മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ റീൽ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഷെയർ ചെയ്തത് ഈ സ്കൂളിന്റെ സർഗാത്മകതയുടെ തെളിവാണ്. മികവിന്റെ പടവുകൾ ഓരോന്നായി ചവിട്ടിക്കയറി വിജയ കുതിപ്പുമായി മുന്നേറുകയാണ് ടീം SHLP. സൂപ്പർ ഐഡിയ. സത്യം പറഞ്ഞാൽ കൃഷി ഭയങ്കര ഇപ്പൊ ഫ്യൂച്ചറാണ് നമ്മളുടെ. ഫ്യൂച്ചറിസ്റ്റിക് ആണ്. സൂപ്പർ ഐഡിയ. ഐ തിങ്ക് എവ്രിബഡി ഷുഡ് ഹാവ്. ആൻഡ് യുനോ വിഷ്വൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റീവ് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പതിപ്പ് നമ്മുടെ മനസ്സിലോ നമ്മുടെ എപ്പോഴും ഉണ്ടാവും. പക്ഷെ നമ്മൾ ബുക്ക് വേം ആയിട്ട് കാര്യമില്ല. ട്രൂ. വെരി ഗുഡ്, വെരി പ്രൗഡ് ടു ഹാവ് ദ സ്കൂൾ ഹിയർ. താങ്ക് യു. വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. അതുപോലെ ഈ ന്യൂസ് ഷൂട്ട് ചെയ്യുന്നത് ഇവര് തന്നെയാന്ന് ഇപ്പൊ ഇത് കണ്ടപ്പോഴാണ് പെട്ടെന്ന് കിട്ടിയത്. അപ്പൊ ഇതിലാരെ ഈ ക്യാമറമാനൊക്കെ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും മാറി ചെയ്യും. നിങ്ങൾ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യും. സഹായിക്കും. ജോയൽ സാറും ഹെൽപ്പ് ചെയ്യും. അല്ല, ഇപ്പൊ ഈ ഒരു ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ അറിയാം, പ്രാക്ടിക്കലി പഠിച്ചു വരുന്ന പിള്ളേരും ബുക്ക് വേമും എങ്ങനെ ഇരിക്കും എന്നുള്ളത് മനസ്സിലാവും. അത് മാത്രമല്ല, സോഷ്യൽ മീഡിയ കൊണ്ട് എങ്ങനെ ഗുണകരമാക്കാം എന്നുള്ളതും കൂടിയാണ് ഇവർ പ്രൂവ് ചെയ്യുന്നത്. നമ്മൾ പലതും റീൽസും കാര്യങ്ങളും കാണുമെങ്കിലും ഇവരുടെ സ്കൂളിലെ സോഷ്യൽ മീഡിയ വഴി നല്ലൊരു സന്ദേശമാണ് നൽകുന്നത്. ഏറ്റവും കൂടുതൽ ഇപ്പം ഈ സോഷ്യൽ മീഡിയയിലെ ഈ ന്യൂസിനാണല്ലോ ഏറ്റവും കൂടുതൽ ഇപ്പം ഇപ്പോഴത്തെ ഒരു തെറിവിളി കേൾക്കുന്നത്. ഈ കുട്ടികൾ ഈ ചെറുപ്രായത്തിലെ ഒരു ന്യൂസ് തുടങ്ങി അവർ ആ ഒരു ജെനുവിനായിട്ട് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് തലമുറയ്ക്ക് നിങ്ങളൊരു മാതൃകയായിരിക്കും. എനിക്ക് അതാണ് പറയാനുള്ളത്. കാരണം എല്ലാവരും റേറ്റിങ്ങിന് വേണ്ടി പലപ്പോഴും അപ്പുറം ഒക്കെ പിടിക്കുമ്പോൾ ജെനുവിനായിട്ട് ഈ കുട്ടികളാണ്, അവർക്ക് കള്ള അറിഞ്ഞൂടല്ലോ. അതെ.